ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് വേൾഡ് ഓഫ് ഫാഷൻ. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ 3 ദിവസത്തെ ഗോവ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് 3 ദിവസത്തെ ഒരുമിച്ചായിരിക്കില്ല, 3 ഡേ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയിരിക്കും വീഡിയോയ്ക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 3ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ രാജധാനി എക്സ്പ്രസ്സിലാണ് അങ്ങോട്ടേക്ക് 9th ജനുവരി 9th ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ രാത്രി ഒരു 10:45 ആയിട്ടാണ് ട്രെയിൻ വന്നത്. പിറ്റേ ദിവസം ഒരു 10:15 നമ്മൾ ഗോവയിൽ എത്തുകയാണ് ചെയ്തത്. അപ്പം നൈറ്റ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എത്തി. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടുത്തെ ലോഞ്ചിൽ നിന്ന് ഡ്രസ്സപ്പ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത്, എനിക്ക് ആ ചർച്ചിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോന്ന് അറിയില്ല, ബെസിലിക്ക ഓഫ് ബോം ജീസസ് എന്നാണ് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ചർച്ചിൻ്റെ പേര് കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ ഓൾഡ് ഗോവയിൽ വരുന്ന 2 പഴയ ചർച്ചുകളാണ് കേട്ടോ. അപ്പോൾ ആ ചർച്ചിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല എന്നുള്ളത്. ജസ്റ്റ് കയറുമ്പോൾ ഉള്ള ചെറിയൊരു വ്യൂ കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലോട്ട് കുറേ ഇങ്ങനെ കാണാനൊക്കെ ഉണ്ട്. മറ്റേ ശവമഞ്ചം എന്നല്ല നമ്മൾ പറയുന്നത്, അതുണ്ട്. പിന്നെ കുറേ ഫോട്ടോസും മോണുമെൻറ്റ്സും ഒക്കെ ഇങ്ങനെ വച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 3 മണിയായി ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം. അപ്പോൾ ഞങ്ങൾ നേരെ റാഡിസൺ റിസോർട്ടാണ്, ബാഗ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു അടിപൊളി ബീച്ച് റിസോർട്ടാണ്. അപ്പോൾ അവിടെയായിരുന്നു നമ്മുടെ സ്റ്റേ ഒക്കെ. അപ്പോൾ ഞങ്ങളൊരു 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്തു. അപ്പോഴത്തേക്കും ഞങ്ങൾ വിശന്നിട്ട് ഒരു പരുവായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ട്രെയിനിൽ കിട്ടിയതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത് ആ ഒരു ടൈമാണ്. അപ്പം ഇവിടെ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. സ്റ്റേയും കാര്യങ്ങളും റൂമാണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും അടിപൊളിയായിരുന്നു. പക്ഷേ ആകെപ്പാടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം നമ്മുടെ ക്ഷമയെല്ലാം നശിക്കും. ആദ്യമേ നമ്മൾ സ്റ്റാർട്ടർ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്തതൊക്കെ വരിക. അങ്ങനെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വിശന്ന് നല്ല അവസ്ഥയിലായതുകൊണ്ട് വീഡിയോ ചെറുതായിട്ടാണ്, ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോകുമായിരുന്നു കേട്ടോ. റൂമിൽ പോയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഊഹം. 7-7:30 ആയിട്ടുണ്ടാവും. ശരിക്കും 6 മണി കഴിഞ്ഞിട്ട് പോകാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ കാസിനോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാസിനോയിലത്തെ ഒരു ചെറിയ പോർഷൻസ് വീഡിയോസ് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ആയിട്ട് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതും പോയി കാണും കേട്ടോ. അപ്പോൾ കാസിനോ ഒരു വേറൊരു ലോകമായിരുന്നു. അപ്പോൾ കാസിനോയിൽ അതിലും നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം ഏകദേശം എല്ലാവർക്കും സെയിം തന്നെയായിരുന്നു. നമുക്ക് ബാൽക്കണി ഇല്ലാത്ത റൂമായിരുന്നു കേട്ടോ. ബാൽക്കണി വരുന്ന റൂം വേറെ റേറ്റാണ് വരിക. അപ്പോൾ നമ്മുടെ റൂം പക്ഷേ നല്ല സ്പേഷ്യസ് ആയിരുന്നു. ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിരുന്നു. നല്ല ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. നല്ല റൂംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് വിൻഡോയുടെ അവിടെ നിന്ന് നേരെ വ്യൂ വരുന്നത് സ്വിമ്മിംഗ് പൂളിലോട്ടായിരുന്നു. അങ്ങനെയായിരുന്നു. നമുക്ക് ഞങ്ങളുടെ റൂമിൽ മറ്റേ ബാൽക്കണി ഇല്ല. ആ ഒരു ഡിഫറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അടിപൊളി നല്ല സ്റ്റേ ആയിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾ റെഡിയായി. കാസിനോ പോകാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ പോയി കുറച്ച് ടൈമുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കാസിനോയിലോട്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഉണ്ടായിരുന്നു, ട്രാവലർ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാവലിന് വേണ്ടിയിട്ട് ട്രാവലർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഈ കാസിനോയിൽ. നമുക്ക് കിട്ടിയിരിക്കുന്ന മജസ്റ്റിക് പ്രൈഡായിരുന്നു. കുറേ കാസിനോസ് ഉണ്ട്, അതിൽ നമുക്ക് മജസ്റ്റിക് പ്രൈഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഷിപ്പിൽ ആണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് നമ്മൾ ടിക്കറ്റും എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഷിപ്പിലല്ല, ബോട്ടിലാണ് കേട്ടോ. ബോട്ടിൽ നമ്മൾ കയറിയിട്ട് പിന്നെ നമ്മൾ ഈ കാസിനോ എന്ന് പറഞ്ഞൊരു ഷിപ്പിലായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഷിപ്പിൽ നമ്മൾ ചെല്ലും. ഈ കാസിനോയുടെ ഉള്ളിൽ നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ല.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉള്ളിലോട്ട് കയറിയിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അത് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത സമയത്ത് കുറച്ച് എൻ്റെ കയ്യിൽ ഷോർട്സ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ചെറുതായിട്ട് നമുക്ക് ആ കാസിനോയുടെ ഉള്ളിലോട്ട് ജസ്റ്റ് കയറുമ്പോൾ വ്യൂ മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് നമ്മൾ പോകുന്നത് നമ്മൾ ബോട്ടിലോട്ടാണ്. അപ്പം ബോട്ടിൽ അപ്പോൾ ഇത് ഭയങ്കര കാര്യമായിട്ട് നമുക്ക് എന്തൊക്കെയോ സാധനങ്ങളൊന്നും നമുക്ക് നമ്മുടെ കയ്യിൽ വാനിറ്റി ബാഗ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെയോ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് അവർ ചെക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മളെ കയറ്റി വിടുന്നത്. അപ്പം ഇതാണ് കേട്ടോ, ഇതൊക്കെ ഓരോരോ കസിനോ ആണ് കാണുന്നതെല്ലാം. നല്ല അടിപൊളി വ്യൂ ആണ്, കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇതാണ് മജസ്റ്റിക് പ്രൈഡ്. അവിടെ നിന്നാണ് നമ്മൾ കയറുന്നത് ബോട്ടിലോട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് കാസിനോസ് കാണാം കേട്ടോ. ഒരുപാട് ബിഗ് ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വലുതും നമ്മുടെ അത്യാവശ്യം വലുത് തന്നെയാണ്. ബിഗ് ഡാഡിയും അത്യാവശ്യം വലിയൊരു കാസിനോ ആണ്. അങ്ങനെ കുറേ കാസിനോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ കാസിനോ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലോകമാണ്. ഇതുവരെ ഞാൻ അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ളൂ ഒരു അറിവല്ലേ നമുക്കുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലോട്ടെന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. ഗെയിമും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടാട്ടോ. പിന്നെ ചില കസിനോയിൽ DJ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോയടുത്ത് ഗെയിംസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പിന്നെ ഫുഡിൻ്റെ സെക്ഷൻ അത് അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണേലും ഫുഡ് എടുക്കാം, ഒന്നും വിഷയമില്ല. പക്ഷേ ഇത് ഒരാൾക്ക് പറഞ്ഞാൽ നല്ല റേറ്റ് ആവും ടിക്കറ്റിന് വരുന്നത് കേട്ടോ. അതനുസരിച്ചിട്ടാണ് ഫ്രീ ഫുഡൊക്കെ വന്നത്, അല്ലാതെ നമുക്ക് എല്ലാം ഫ്രീ അല്ലല്ലോ. നല്ല റേറ്റാണ് പെർ ഹെഡ് വരുന്നത്. അപ്പോൾ ഇത് ആണ് ജസ്റ്റ് കയറുമ്പോഴൊരു വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. പക്ഷെ നമ്മൾ കയറി കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലാക്കിയത്, അതുകൊണ്ട് പിന്നെ എടുത്തില്ല. അവിടെ ഗെയിംസിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ മേളിലോട്ട് ഫുഡിൻ്റെ സെക്ഷൻ, പിന്നെ ഏറ്റവും മേളിൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന സെക്ഷനുണ്ട്. അവിടെ ഒന്നും വീഡിയോഗ്രാഫി കുഴപ്പമില്ല. അപ്പോൾ അവിടെ മാത്രമാണ് എനിക്ക് കുറച്ച് നേരമെങ്കിലും എടുക്കാനായിട്ട് പറ്റിയത്. പിന്നെ നമ്മൾ അവിടെ ചെന്നത്തേക്കും ഞങ്ങൾ ഓൾറെഡി അന്ന് ട്രാവൽ ചെയ്തതിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടും ഒരു ടയേർഡ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വീഡിയോ എടുക്കാനും ഒന്നുമുള്ളൊരു മൈൻഡേ അല്ലായിരുന്നു ഞാൻ. പിന്നെ തലവേദനയും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വീഡിയോസൊക്കെ ഞാൻ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ബോറടിച്ച് തുടങ്ങിയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് നേരം അങ്ങനെ ടൈം കളഞ്ഞു. പിന്നെ എപ്പോഴും ഇങ്ങനെ പ്രോഗ്രാംസാണ്. അപ്പം മേളിലും താഴത്തെ സെക്ഷനിലൊക്കെ ഇങ്ങനെ ഡാൻസൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറി മാറി ഒരു 5 മിനിറ്റ് പോലും അല്ല, 2-3 മിനിറ്റത്തെ ഗ്യാപ്പിന് ശേഷം അടുത്ത ഡാൻസ്. കളിക്കുന്നവർ തന്നെയാണെന്ന് തോന്നുന്നു പിന്നെയും കളിക്കുന്നത്. അവർ മാറി ഓരോരോ കോസ്റ്റ്യൂമിൽ വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട്. പിന്നെ ഫുഡിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്, പല പല ടൈപ്പ് ഫുഡുണ്ട്. നമുക്ക് എന്ത് വേണേലും എടുക്കാം നമ്മുടെ ഇഷ്ടത്തിന്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് കഴിക്കില്ലല്ലോ. പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ അത്യാവശ്യം ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഒരുപാട് കഴിക്കാനുള്ളൊരു വിശപ്പും ഇല്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഒരു 12:30-ക്കൊക്കെ ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എങ്ങനെയാണോ തിരിച്ച് വന്നത് അതുപോലെ തന്നെ ബോട്ടിൽ കയറി നമ്മൾ തിരിച്ച് എവിടെ നിന്നാണോ കയറി അവിടെ തന്നെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ ട്രാവലറിൽ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോയി. അപ്പോൾ റൂമിൽ ചെന്നതിന് ശേഷം ഫ്രഷ് ആയതിനൊക്കെ ശേഷം ഒരു ചെറിയ നൈറ്റ് ഡ്രൈവിനായിട്ട് എല്ലാവരും ഇറങ്ങിയില്ലെങ്കിലും കുറച്ച് പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബാഗ ബീച്ചിൻ്റെ അങ്ങോട്ടേക്കൊക്കെ ചെറിയൊരു നൈറ്റ് വോക്ക് കേട്ടോ, നൈറ്റ് ഡ്രൈവ് അല്ല നൈറ്റ് വോക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയില്ല, എനിക്ക് നല്ല തലവേദനയും ടയേർഡായിരുന്നു. അപ്പം ഞാനന്ന് പോയില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ അടുത്ത പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ ബാക്കി വീഡിയോ അടുത്ത
അടുത്ത ഡേ 2-ൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഇത് ഒരുപാട് ലെങ്ത് ആയിരിക്കും. ഒരു വീഡിയോ തന്നെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലെങ്ത് ആയിരിക്കും, എല്ലാവർക്കും ബോറടിക്കും. അപ്പോൾ 3 ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.